യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള മക്കളെ, കിങ് ജീസസ് മിനിസ്ട്രിയുടെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, ദൈവ തിരുനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ഇന്ന് ഓശാന പെരുന്നാളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പരിശുദ്ധ സഭ മാർച്ച് 25 എന്ന വിശുദ്ധമായ ദിവസം കൂടി ആചരിക്കുകയാണ്. അതായത് വചനിപ്പ് തിരുനാൾ എന്ന് പറയുന്ന ആ വലിയ ദിവസം, രക്ഷയുടെ സന്ദേശം ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം പരിശുദ്ധ ദൈവമാതാവിന് വിളമ്പിയ പകർന്ന ദിവസവും, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് വചനമായ കർത്താവിനെ തൻ്റെ ശ്രവണത്തിലൂടെ ഉദരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്ത ഈ പരിശുദ്ധമായ ദിവസം, നമുക്കതുകൊണ്ട് ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ആചരിക്കുന്നതും അനുസ്മരിക്കുന്നതും. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന വഴിക്ക് തന്നെ ഞാൻ കണ്ടത് നമ്മുടെ അനേകം രോഗികളായിരിക്കുന്ന മക്കൾ അവിടെ ആയിരുന്നു കൊണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി, ആത്മീകമായ വലിയ ഒരു നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾ കടന്നു വന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കടന്നു വരുവാൻ ചിറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വലിയ കൺവെൻഷൻ നടത്താനായിട്ട് നമുക്കിടയായി. കഴിഞ്ഞ 6-7 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഏകദിന ധ്യാനത്തിൻ്റെ ഒരു വളരെ അനുഗ്രഹകരമായ നന്മ നിറഞ്ഞ ഒരനുഭവം. അനേകം ആളുകൾ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി കടന്നു വന്നു എന്നത്. ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത, യേശു കർത്താവ് ആഗ്രഹിച്ച ഒരു പെരുന്നാളാണ് ഇത് എന്ന കാര്യമാണ്. കർത്താവ് അങ്ങനെ ഒരു കാര്യവും തനിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. 2 കാര്യം മാത്രമേ അങ്ങനെ ആഗ്രഹിച്ചതായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാവുന്നുള്ളൂ. ഒന്ന്, കർത്താവ് പറയുന്നു,
എനിക്ക് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ കഴുതയെ കെട്ടിയിരിക്കുകയാണ് വാതിലിന് പുറത്ത്. അതിനെ അഴിച്ചുകൊണ്ട് വരിക. എനിക്കതിൻ്റെ പുറത്ത് കയറണം. അങ്ങനെ ജെറുസലേമിലേക്ക് എനിക്ക് യാത്രയാകണം. രണ്ടാമത് കർത്താവ് ആഗ്രഹിച്ച് പറഞ്ഞത്, എൻ്റെ ശിഷ്യന്മാരോടുകൂടി ഈ പെസഹ അനുഷ്ഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു മുറി ആവശ്യമാണ് എന്ന്, ഒരു ഭവനം ആവശ്യമാണ് എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. കർത്താവ് ഈ 2 കാര്യം മാത്രമേ തനിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തേതാണ് ഇന്ന് നടക്കുന്നത്. അതിൽ രണ്ടാമത്തേതാണ് പെസഹ വ്യാഴാഴ്ച നമ്മൾ ആചരിക്കുന്നതായ പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായ ആ സ്ഥാപനം. ഒന്നാമതായിട്ട് കർത്താവ് കെട്ടപ്പെട്ടതായ ഒരു കഴുതയെ അഴിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ഈ കഴുതയെന്ന് പറയുന്നത് എന്താണ്? കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വാതിലിൻ്റെ അടുക്കലാണ് കെട്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തീർച്ചയായിട്ടും നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് ഇസ്രായേലാവുന്ന കെട്ടപ്പെട്ട ഈ കഴുതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇസ്രായേൽ ജനതയാണ് അവിടെ കാണുന്നത്. ഇസ്രായേൽ ജനത, പക്ഷെ അത് ബന്ധിതമായിരിക്കുകയാണ്. അതിനറിയാൻ പാടില്ല അത് ബന്ധിതമായിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ബന്ധനങ്ങൾ നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ കുറേ അച്ഛന്മാർ ധ്യാനത്തിന് വേണ്ടിയിട്ട് പലയിടങ്ങളിൽ പോയി, പ്രത്യേകിച്ച് മണക്കരയിൽ പോയിട്ട് വന്ന അച്ഛന്മാർ പറയുകയായിരുന്നു, വലിയ ബന്ധനം അഴിക്കുന്നതിൻ്റേതായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഭയപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ പോലെ അത് പിന്നീട് പരസ്യമായിട്ട് അച്ഛൻ ചെയ്യാതെ, വാണമില്ലാൽ അച്ഛൻ അത് ചെയ്യാതെ പിന്നീട് അവരെ ഓരോരുത്തരെയും അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് വിശുദ്ധ കത്രീന പുണ്യവതി പറയുന്നുണ്ട്. സാത്താൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നരകത്തിൻ്റെ ഏറ്റവും ഭീകരമായ അനുഭവം എന്ന് പറയുന്നത് സാത്താൻ്റെ ദർശനമാണ് എന്നാണ്. സ്വർഗവും നരകവും ഒക്കെ ദൈവം കാട്ടിക്കൊടുത്ത് ആത്മീകമായ ആഴങ്ങളിലേക്ക് പോയ വിശുദ്ധയായ ഒരു മിസ്റ്റിക്കായ ഈ വിശുദ്ധ കത്രീന പുണ്യവതി മാർപ്പാപ്പാമാരെ പോലും ഉപദേശിക്കുവാനായിട്ട് അക്ഷരപരിജ്ഞാനമില്ലാതിരുന്ന ഈ അമ്മ, ഈ വിശുദ്ധ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സാത്താൻ്റെ ഈ ഒരു സാത്താനുമായിട്ടുള്ള കൂട്ടുകെട്ട്, അവൻ്റെ ദർശനം, അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. നമുക്കത് കാണാനോ നമുക്കത് ഉൾക്കൊള്ളാനോ സാധിക്കാത്ത തരത്തിൽ അത്ര നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് എന്ന്. യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് സമാധാനമാണെങ്കിൽ തിന്മയുടെ സ്വാധീനം പ്രിയപ്പെട്ടവരെ ഭയപ്പെടുത്തുന്നതാണ്. താൽക്കാലികമായി അവൻ നമ്മളെ ഒരു ബന്ധനത്തിലാക്കി നമ്മളെ സുഖേച്ഛകളിലും നമ്മുടെ പല താല്പര്യങ്ങളിലും കെട്ടിയിട്ടുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ നമ്മളെ കാർന്നു തിന്ന് അവൻ്റെ ഭീകരമായ രൂപം നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കാത്തിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മലങ്കര സഭയുടെ ആരാധനയനുസരിച്ച് നോമ്പുകാലങ്ങളിലെ പ്രാർത്ഥനയിൽ പറയുന്നത്, നാം എല്ലാവരും ഈ അലറുന്ന അഗ്നിസമുദ്രത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന്. നമ്മുടെ അന്ത്യവിധിയിൽ നമ്മൾ ഈ അലറി വിളിക്കുന്ന അഗ്നിസമുദ്രത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം പറയുന്നത് പോലെ നമുക്കൊരു അഗ്നി, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നാം എല്ലാവരും അന്ത്യവിധിയിൽ ശോധന ചെയ്യപ്പെടുമെന്നും ഓരോരുത്തരും അവരവർ പണിതനുസരിച്ച് അഗ്നി അതെല്ലാം വെളിപ്പെടുത്തുമെന്നും, ചിലർ സ്വർണം കൊണ്ടും ചിലർ വെള്ളി കൊണ്ടും ചിലർ ഇരുമ്പ് കൊണ്ടും ചിലർ വൈക്കോൽ കൊണ്ടും പണിതിരിക്കുന്നു, അവയെല്ലാം അന്ത്യവിധിയിൽ അഗ്നി വെളിപ്പെടുത്തും എന്ന്. അപ്പോൾ അഗ്നി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീകരമായ അവസ്ഥ തന്നെയാണ്. എന്നാൽ അവയെ അതിജീവിക്കാനായിട്ട് കഴിയുന്ന ഒരു അനുഭവം. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മളുടെ ഈ ബന്ധനത്തെക്കുറിച്ചുള്ള നമ്മളുടെ
അവബോധം വളരെ പരിമിതമാണ്, വളരെ പരിമിതമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. സാത്താന് നമ്മൾ ഇടം കൊടുക്കരുതേ എന്നാണ് പറയുന്നത്. സാത്താൻ ഇടം കൊടുത്താൽ പിന്നെ എന്താ സംഭവിക്കുക? അവൻ വീണ്ടും വീണ്ടും അവിടേക്ക് പ്രവേശിച്ച് നമ്മളെ കൂടുതൽ കൂടുതൽ ബന്ധനസ്ഥരാക്കി ഈ വാതിലിൻ്റെ പുറത്ത് തന്നെ നമ്മളെ കെട്ടിയിടും. വാതിലിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഉള്ളിലാണെന്ന്, പക്ഷേ ഉള്ളിലല്ല, നമ്മൾ പുറത്താണ്. നമ്മുടെ അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ അവൻ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഓശാന പെരുന്നാളിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇങ്ങനെ ദൈവാലയത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ധാർമ്മികതയുടെ പുറത്ത് കെട്ടപ്പെട്ടതായ അവസ്ഥയിലായിരിക്കുന്ന നിന്നെ, എന്നെ, നമ്മെ കർത്താവ് അഴിച്ചുകൊണ്ട് വന്ന് കർത്താവ് പറയുകയാണ്, ഞാൻ ഇതുവരെയും നിന്നിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ മുകളിൽ, നമ്മളുടെ ചുമലിൽ കയറി കർത്താവ് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ വേണം കർത്താവിനെ ചുമന്നുകൊണ്ട് ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും കർത്താവിൻ്റെ പീഡാനുഭവത്തിന് അവനെ സജ്ജനാക്കുവാൻ നമ്മൾ വേണം അവനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ദിവസം ഇവിടെ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം. അതായത് നാം ആകുന്ന വ്യക്തി നമ്മളിലൂടെ നമ്മളിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ്. കർത്താവ് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മളുടെ ജീവിതത്തെ ആകമാനം അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ടും അതിനെ അധീനപ്പെടുത്തുവാനായിട്ടും ആഗ്രഹിക്കുന്നു. നമ്മൾ കർത്താവിന് ഈ അവസരം ഒരുക്കിയില്ലെങ്കിൽ നമ്മൾ മറ്റാർക്കെങ്കിലും ഈ അവസരം ഒരുക്കും. അത് നമ്മളെ ബന്ധനത്തിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുചെന്നെത്തിക്കുക. അത് വല്ലാതെ സങ്കടകരമായ ഒരവസ്ഥ തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് മാറി യേശുക്രിസ്തുവാകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജാവിനെ എൻ്റെ ചുമലിൽ ചുമന്നുകൊണ്ട് ഞാൻ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുമ്പോൾ അവൻ എന്താവശ്യപ്പെട്ടാലും അത് നൽകുവാനായിട്ടുള്ള ഔദാര്യത്തോടുകൂടി ഞാൻ എന്നെ തന്നെ കൊടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുമ്പോൾ ഉറപ്പാണ് ഈ കഴുത രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പക്ഷേ അങ്ങനെ ഉണ്ട്. ഈ കഴുത അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ സൗഭാഗ്യമെന്ന് പറയുന്നത് അതിൻ്റെ ഉടയവൻ, സൃഷ്ടിച്ചവൻ അതിനെ ഉപയോഗിച്ചു എന്നുള്ളതായ കാര്യമാണ്. വേറെ ആരതിൻ്റെ പുറത്ത് കയറിയിരുന്നെങ്കിലും ആ കഴുതയ്ക്ക് ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കില്ല, സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഇതാ ഉടയവനായ ദൈവം തന്നെ ആ കഴുതയുടെ പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് വരികയാണ്. സ്നേഹ സഹോദരങ്ങളെ, നമുക്ക് നമ്മളുടെ കർത്താവിനെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ചുമന്നുകൊണ്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. എളുപ്പമാണ്, അതിന് വലിയ ഭാരമൊന്നുമില്ല. കർത്താവ് ഭാരമില്ലാത്തവനാണ്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളെ ഭാരപ്പെടുത്താനല്ല, മറിച്ച് സ്വതന്ത്രരാക്കുവാനാണ്. അതുകൊണ്ടാണ് ഈ കഴുതയുടെ സാദൃശ്യത്തിൽ ദൈവം ഇടപെടുന്നത്. സാധാരണഗതിയിൽ രാജാക്കന്മാരൊക്കെ വരുന്നത് കുതിരയുടെ പുറത്താണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്രമിക്കാനും കീഴ്പ്പെടുത്താനുമാണ് ഈ കുതിരയുടെ പുറത്ത് വരുന്നവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്നാൽ യേശു കർത്താവ് കടന്നു വരുന്നത് അങ്ങനെയല്ല. അവൻ മൂകമായ വാഹനമേറി ഈ ഗർദ്ധപത്തിൻ്റെ മേൽ, ഈ കഴുതയുടെ മേൽ കയറി കർത്താവ് വരികയാണ്. സമാധാനത്തിൻ്റെ, ഏദോമിൻ്റെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് കടന്നു വരുന്നു. അതെ, ആ രാജാവ് കടന്നു വരുന്നത് ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മളെ സ്വതന്ത്രരാക്കുന്നവനായ ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മാർപ്പാപ്പ തിരുമേനി കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം പറഞ്ഞു. അതിൽ തിരുമേനി പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ലോലമായ, അതല്ലെങ്കിൽ അത്ര ഗൗരവമെന്ന് നമുക്ക് തോന്നാത്തതായ കെട്ടുകളെ പോലും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്ന
ഒരനുഭവത്തിലേക്ക് പ്രാർത്ഥന നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ വിശുദ്ധരായിട്ട് തീരുന്നത്. ചെറിയ ചെറിയ കെട്ടുപാടുകൾ പോലും, ചെറിയ ചെറിയ പാശങ്ങൾ പോലും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഈ ഉള്ളിൽ ദൈവം പ്രവേശിക്കുമ്പോഴാണ് എന്ന്. പ്രാർത്ഥന മൂലം നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് ഓശാന പെരുന്നാളിലെ ഈ കഴുതയുടെ പുറത്ത് കയറി അവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, ആരെങ്കിലും ചോദിച്ചാൽ ഈ കഴുതയെ ഞങ്ങളുടെ യജമാനൻ, ഞങ്ങളുടെ ഗുരുവിന് ആ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിൻ്റെ ശരീരം ഒരു പക്ഷെങ്കിൽ ദുർബലമായിരിക്കാം, രോഗത്തിലുള്ളതായിരിക്കാം നിൻ്റെ ശരീരം, അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒത്തിരിയേറെ കെട്ടുപാടുകളിൽ പെട്ടുപോയ ഒരു ശരീരമായിരിക്കാം. അതുമല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം വിച്ഛേദിച്ചതായ ഒരു വ്യക്തിയായിരിക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒത്തിരിയേറെ പാപങ്ങൾ കയറി വന്നിട്ടുണ്ടാവാം. നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാതിരുന്നിട്ടുള്ള ഒരു ശരീരമായിരിക്കാം. നാം ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളെ മറന്നുകൊണ്ടും നമ്മളുടെ കർത്താവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ടും നമ്മൾ മക്കളെന്ന നിലയിൽ തെറ്റ് ചെയ്തിട്ടുള്ളവരാവാം. നമുക്കറിയാം, നമ്മുടെ വിശ്വാസം പോലും നമ്മളുടെ സൗകര്യത്തെ പ്രതി മറച്ചു വെക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത് അങ്ങനെ വേദനയോടുകൂടി കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നീ. ആര് തന്നെ ആയിരുന്നാലും കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നീ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു, നീ വാതിലിൻ്റെ പുറത്താണെന്നുള്ളതും എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ ഉടയവൻ കൽപ്പിക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് അത് പറ്റുകയില്ല എന്ന് പറയാൻ സാധിക്കുക? വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴുത പറഞ്ഞതുപോലെ ഇത്രയും സായുജ്യം അരുളിയ ഒരു ദിവസം വേറെ എന്താണ്? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കഴുതയ്ക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ് ഉടയവനായ ദൈവം അവിടുത്തെ രാജ്യത്വം ഇതാണ് എന്ന് പ്രകീർത്തിക്കുവാനായി ഈ വാഹനത്തെ, ഈ എളിയതായ ഈ മൃഗത്തെ ഉപയോഗിച്ചത്. കുറവുകളുടെ പര്യായമായ, ആരാലും പരിഗണിക്കപ്പെടാത്തതിൻ്റെ പര്യായമായ, വെറുതെ ചുമടെടുക്കുവാൻ വേണ്ടി മാത്രം മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായ ഈ കഴുത, അതാണ് ഞാൻ, അതാണ് നിങ്ങൾ. നമുക്ക് പറയാനായിട്ട് ഒരു നല്ല വാക്യം ഇതായിരിക്കട്ടെ എന്ന്. നമ്മുടെ തിരുവല്ലയ്ക്കടുത്ത് യാക്കോബായ സഭയിലുള്ള ഒരു പ്രിയപ്പെട്ട അച്ഛനുണ്ടായിരുന്നു, കണിയാമ്പറമ്പിൽ കോർപ്പിസ്കോപ്പ അച്ഛൻ. അദ്ദേഹം സുറിയാനിയുടെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം സുറിയാനിയിൽ കവിത എഴുതുമായിരുന്നു. സുറിയാനി ഭാഷയിൽ നിന്ന് വിശുദ്ധ വേദപുസ്തകം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ, അദ്ദേഹം മരിച്ചുപോയി 2 വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഫലകമുണ്ട്. ആ ഫലകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്, ഈ കഴുതയെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്, ഈ കഴുതയെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന്. അതെ, നിന്നെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. നിന്നെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. മറ്റുള്ളവരുമായിട്ടൊക്കെ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് പരിമിതികൾ മാത്രമേ ഉള്ളൂ. കർത്താവ് പറയുന്നത് നീ അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. പരിമിതികളിൽ സന്തോഷിക്കുന്ന, പരിമിതികളെ സാധ്യതകളാക്കുന്നതായ നമ്മുടെ കർത്താവ് ഈ ദിവസം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ കർത്താവ് എൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാനായിട്ട്, അവൻ എൻ്റെ ചുമലിൽ കയറുവാനായിട്ട് ഞാൻ ഇന്ന് എന്നെ തന്നെ അനുവദിക്കും എന്നത്. നമ്മളങ്ങനെ പ്രാർത്ഥനയിൽ, ആത്മാവിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഉറപ്പാണ് നിങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൽ പരം എങ്ങനെയാണ് നന്മ
നിറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു പീഡാനുഭവ ആഴ്ച ആഘോഷിക്കാൻ കഴിയുക. കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നതായ 3 ദിവസങ്ങൾ, തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ, തീർച്ചയായിട്ടും അത് അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെയും മാറിക്കൊണ്ട് ഈ രക്ഷാകരമായ അനുഗ്രഹീതമായ സംഭവങ്ങൾ, അതിനെ നമ്മൾ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന ഈ ദിവ്യമായ സന്ദർഭത്തിൽ, ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനാത്മകമായിട്ട് നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പുതിയ വ്യക്തികളാവും. കർത്താവ് നമ്മളുടെ മേൽ ആധിപത്യം അവനെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ, ആധിപത്യം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് പുറത്തു നിന്നുള്ള ഒരു ആധിപത്യമല്ല, ഞാൻ അനുവദിക്കുന്നതനുസരിച്ച് മാത്രമേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. ഞാൻ അനുവദിച്ചാൽ അവിടുന്ന് കടന്നു വരും, അനുവദിച്ചില്ലെങ്കിൽ അവിടുന്ന് കടന്നു വരില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ വാതിക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ കർത്താവിനെ കാണാനായിട്ട് എനിക്ക് കഴിയുകയും അവൻ പറയുന്നത് ഏതു ദൂരവും നടക്കുവാൻ ഞാൻ ധൈര്യം കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു തീരുമാനമാവട്ടെ നമുക്ക്. പലപ്പോഴും ദൈവത്തെ കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെല്ലാം നമ്മളുടെ കണക്ക് കൂട്ടലുകളിൽ ജീവിക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ 1-2 സഹോദരങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. കുടുംബപരമായ ചില വിഷയങ്ങളാണ്, വസ്തുതർക്കങ്ങളാണ്, ഒരു കാര്യവുമില്ല, വളരെ നിസ്സാരപ്പെട്ട കാര്യം. പക്ഷേ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാതെ പോകുന്ന ഒരു വലിയ സങ്കടം. അതിൻ്റെ എല്ലാം കാരണം ഇത്രേ ഉള്ളൂ, നമ്മളുടെ കണക്ക് കൂട്ടലുകളിൽ ജീവിക്കുന്നവരാണ്. സ്വർഗത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നെങ്കിലേ കാര്യമുള്ളൂ. സ്വർഗത്തിൻ്റെ ഉത്തരം നമുക്ക് വേണം. ബാക്കിയുള്ളതൊക്കെ മാനുഷികമായ കാര്യങ്ങളാണ്. അവയൊക്കെ ഒരു പക്ഷെങ്കിൽ അതൊക്കെ തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. സ്വർഗത്തിൻ്റേത് ഒരിക്കലും തെറ്റിപ്പോകില്ല. അപ്പോൾ നമ്മളുടെ ബുദ്ധി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്കിടയാവും. നമുക്ക് അന്യോന്യം ബലപ്പെടുത്തണം. നിങ്ങളാരും നിങ്ങളുടെ അവസ്ഥയെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്, അല്ലേ? ചിലർക്ക് അങ്ങനെയാണ്, അയ്യോ ഞാൻ ഇത്രയും വലിയൊരു കുറ്റവാളിയാണല്ലോ, തിന്മയുള്ളവനാണല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലപ്പെടേണ്ട. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളേറ്റവും പ്രിയപ്പെട്ടവരാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവനൊരിക്കലും നമ്മളെ തള്ളിക്കളയില്ല, അവനൊരിക്കലും നമ്മളെ വിധിയില്ല, അല്ലേ? നമ്മൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് ചോദിക്കുന്നുണ്ട്, ആരും നിന്നെ വിധിച്ചില്ലേ? ആരും നിന്നെ വിധിച്ചില്ലേ? സത്യത്തിൽ കൊല്ലുവാനായിട്ട് കൊണ്ടുവന്നതാണ്. അതാണ് അതിൻ്റെ ക്രമം. ഈ സ്ത്രീ സത്യത്തിൽ എല്ലാവരെയും, നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ യുവതി യുവാക്കളെ ഒക്കെ മോശപ്പെടുത്തുന്ന ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ വേണം ചെയ്യാൻ. പക്ഷെ കർത്താവ് അവരോട് പറയുന്നത് എന്താണ്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന്. എന്നിട്ട് അവളോട് പറയുന്നത്, മോളെ ആരും നിന്നെ വിധിച്ചില്ലേ? ആരും നിന്നെ വിധിച്ചില്ലേ? എത്ര വലിയൊരു സ്വാതന്ത്ര്യമാണ് യേശു നമുക്ക് തരുന്നത്. വേറെ ആർക്ക് തരാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഈ സ്വാതന്ത്ര്യം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ നമ്മുടെ ചുമലിൽ കയറുവാൻ നമ്മൾ വിട്ടുകൊടുക്കണം. അവൻ നിയന്ത്രിക്കട്ടെ, അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകട്ടെ. നമ്മളതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. കാര്യം അവൻ അറിയുന്നവനാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്, അല്ലേ? അറിയുന്നവനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ അവൻ്റെ കരങ്ങളിൽ കൊടുത്താൽ മാത്രം മതിയാവും എന്നത്. നമുക്ക് ഈ ഒരു അവസരത്തിൽ അതിനുള്ള ഒരു ധൈര്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ദൈവമേ, നിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിക്കാനുള്ള ആ ഒരു വലിയ ഔദാര്യം അതെനിക്ക് തരണമേ എന്ന്. ദൈവം മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങളെയൊക്കെ ഓർക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഈ കിങ് ജീസസ് മിനിസ്ട്രി വളരെ നല്ല ഒരനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവം ഒത്തിരിയേറെ സ്പർശിക്കുന്നുണ്ട്.
ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കും. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അത് നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. കൊടുക്കുമോ? നിങ്ങളുടെ ചുമലിൽ ഇരുന്നു കൊണ്ട് കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ ലോകത്തോട് പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ അനേകരോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ അവനെ നിങ്ങളുടെ ചുമലിൽ ഏൽക്കണം. ഈ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസങ്ങളായിട്ട് തീരട്ടെ. പ്രത്യേകിച്ചും അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ മധുരിക്കുന്ന അനുസ്മരണ നമ്മൾ നിർവഹിക്കുമ്പോൾ തന്നെ ആ കുരിശിൽ നിന്ന് ഇറ്റിറ്റായിട്ട് വീണ രക്തം കൊണ്ട് കഴുകപ്പെട്ട് മക്കളുടെ രോഗങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, ആത്മീകമായ കുറവുകൾ എല്ലാം മാറി സന്തോഷത്തോട് കുതിച്ചു ചാടി നിൻ്റെ കട്ടിലും എടുത്തുകൊണ്ട് നീ തിരികെ നിൻ്റെ ഭവനത്തിലേക്ക് പോകുക എന്ന് പറയുന്ന ആത്മീകമായ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ ഈ വത്സല മക്കൾക്ക് ആവശ്യമാകുന്നത് എന്തെന്ന് നീ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണമേ. കർത്താവെ, നീ കടന്നുവന്നുവെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവെ, എവിടെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളോടും ചേർന്ന് ബലഹീനനായി എനിക്ക് നൽകപ്പെട്ട ശ്രേഷ്ഠ പൗരോഹിത്യത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നിൻ്റെ ഈ മക്കളെ എല്ലാവരെയും നിൻ്റെ സ്നേഹത്തിലും കരുതലിലും നിൻ്റെ സൗഖ്യത്തിലും അവരെ എല്ലാവരെയും ആശീർവദിച്ച് നിൻ്റെ കുരിശിൽ കർത്താവെ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആമേൻ. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ, ആരിലും വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു ആരിലും വലിയവൻ, ആരിലും വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു ആരിലും വലിയവൻ, യേശു ആരിലും